ബോധത്തെ അന്വേഷിക്കേണ്ടത് ചിന്തകളുടെ മധ്യത്തിലാണ്. രണ്ട് ചിന്തകളുടെ ഇടവേളയിലാണ് ആത്മാവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുക. അപ്പോൾ ഈ ചിന്തകൾ എന്താണെന്ന് ചോദിച്ചാൽ ആത്മാവിൻ്റെ തന്നെ ഒരു പ്രകടനമാണ് ഈ സങ്കല്പങ്ങൾ അഥവാ ചിന്തകൾ. പക്ഷേ ചിന്തകളിൽ പെട്ടു നിൽക്കുന്ന ബോധത്തെ നമുക്കൊരിക്കലും കണ്ടെത്താൻ സാധ്യമല്ല. ചിന്തകളുടെ രണ്ട് ചിന്തകളുടെ ഇടയ്ക്ക്, ആ ഇടവേളയിൽ എന്തുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ആത്മാനുഭവം. അവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. 74-ാമത്തെ ശ്ലോകം. ദേശാദ് ദേശാന്തരപ്രാപ്തൗ നിമേഷേണ അതിദൂരതഃ സംവിദോ യത് വപുർമധ്യേ ചിദ്വ്യോംനോ വിദ്ധി തദ്വപുഃ. ഒരു ചിന്തയിൽ നിന്ന് വേറൊരു ചിന്തയിലേക്ക്, അല്ലെങ്കിൽ ചിത് ശക്തിയായ സങ്കല്പം ഒരു വസ്തുവിനെ വിട്ട് മറ്റൊരു വസ്തുവിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ള ആ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ചിന്തകളുടെ മധ്യത്തിൽ എന്തുണ്ടാവും? ചിന്തകളില്ലാത്ത ബോധമുണ്ടാവും എന്നർത്ഥം. ചിന്തകളുടെ ഇടവേളയിൽ ചിന്താരഹിതമായ ഒരു തലമുണ്ടാവും. അങ്ങനെയാണ് ഈ ആത്മാവിനെ പൂർവസൂരികൾ സാക്ഷാത്കരിച്ചിട്ടുള്ളത്. ചിത്തവൃത്തികളെ നിരോധിക്കുക വഴി മനസ്സിലെ സങ്കല്പങ്ങളെ കുറച്ചു കൊണ്ടുവന്ന് അവസാനം മനസ്സ് നിശ്ചലമായി തീരുന്ന ഒരവസ്ഥയിലാണ് ആത്മാനുഭവം നേടാൻ കഴിയുക. സംവിദോ യത് വപുർമധ്യേ, സംവിത്തിൻ്റെ ശരീരം വപുസ്, അതെന്താണെന്ന് ചോദിച്ചാൽ രണ്ട് ചിന്തകളുടെ ഇടയിലാണ് ബോധം യഥാർത്ഥത്തിൽ ശുദ്ധമായ രൂപത്തിൽ പ്രകാശിക്കുന്നത്. സങ്കല്പങ്ങളായി പ്രകാശിക്കുന്നതും അത് തന്നെ, ചിത് ശക്തി തന്നെയാണ് സങ്കല്പം. എന്നാലും ശക്തിയോടുകൂടിയ ശിവത്തെ അല്ലെങ്കിൽ ശിവനെ അടയാളം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആ ശക്തിയോട് കൂടിയിരിക്കുന്ന ശിവതത്വത്തെ വേർതിരിച്ചറിയാൻ പ്രയാസമാണ്. അതുകൊണ്ട് ശിവതത്വത്തെ നേരിട്ടറിയാനുള്ള മാർഗം ശക്തിയെ മാറ്റുക, അല്ലെങ്കിൽ ശക്തി പ്രകടനത്തെ ഉപശമിപ്പിക്കുക. അങ്ങനെ സങ്കല്പങ്ങൾ ഒഴിഞ്ഞു മാറിയ ഒരവസ്ഥയിലാണ് ബോധം തൻ്റെ മഹിമാവിൽ പ്രകാശിക്കുന്നത്. വ്യക്തമായി അതിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ചിന്തകൾ ഒഴിഞ്ഞു പോകുന്ന സമയത്താണ്. ചിത് വ്യോംനോ വിദ്ധി തദ്വപുഃ. രണ്ട് ചിന്തകളുടെ ഇടയ്ക്ക് പെട്ടിരിക്കുന്നത് കൊണ്ട് അത് അല്പമായ ഒന്നാണെന്ന് ഒരിക്കലും കരുതരുത്. സങ്കല്പങ്ങളുടെ ഇടയ്ക്ക് അതിനെ തിരയണം, തേടണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിനെ തേടി കണ്ടെത്തി കഴിഞ്ഞാൽ അത് പ്രപഞ്ചാധിവർത്തിയായി നിൽക്കുന്ന ഒരു പരമസത്യമാണ് എന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. സങ്കല്പങ്ങളുടെ ഇടയ്ക്കുള്ളത് സങ്കല്പങ്ങളെ അതിവർത്തിച്ച് നിൽക്കുന്നതാണ്. വാസ്തവത്തിൽ സങ്കല്പങ്ങൾ പൊന്തിമറയുന്നത് ആ അധിഷ്ഠാനത്തിലാണ്. റോഡിനെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? രണ്ട് വാഹനങ്ങളുടെ ഇടയ്ക്കാണ് റോഡിനെ കാണാൻ പറ്റുക. രണ്ട് വാഹനങ്ങൾ, അതിൻ്റെ നടുക്കാണ് റോഡിനെ നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വരുന്ന വണ്ടികൾ മുഴുവനും റോഡിലൂടെയാണ് ഓടുന്നത്. അപ്പോൾ രണ്ട് വണ്ടികളുടെ മധ്യത്തിലാണ് റോഡ് എന്ന് പറയുമ്പോൾ അത് പരിമിതമായ ചെറിയ ഒന്നല്ല. നീണ്ടു കിടക്കുന്നു NH കിലോമീറ്ററുകളോളം. ആ വ്യാപിച്ചു കിടക്കുന്ന റോഡിലൂടെ വണ്ടികൾ നിരനിരയായി വരുമ്പോൾ റോഡ് മറഞ്ഞതുപോലെയാകുന്നു. ആ സമയത്ത് റോഡിനെ കാണണമെങ്കിൽ രണ്ട് വണ്ടികളുടെ ഇടയ്ക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടണം. അപ്പോൾ റോഡിനെ കാണാൻ പറ്റും. ഇനി വാഹനങ്ങളെല്ലാം ഒഴിഞ്ഞു മാറിയാൽ ഒറ്റ വാഹനമില്ല. ബന്ദ് ദിനത്തിലും കുറേ പേര് വാഹനം ഇറക്കും. കർഫ്യൂ കണ്ടാ വെടിവെക്കും, അതാണ് കർഫ്യൂ. ആരെങ്കിലും വീട്ടിന് പുറത്ത് തല നീട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം അവനെ വെടിവെച്ചിടും. കർഫ്യൂ പോലെയുള്ള സമയങ്ങളിൽ നാഷണൽ ഹൈവേ പോലെയുള്ള വലിയ റോഡുകൾ വിജനമായിരിക്കും. ആ സമയത്താണ്
റോഡിൻ്റെ മഹത്വം, ഈ റോഡ് എത്ര കണ്ട് വ്യാപിച്ചു കിടക്കുന്നതാണ് എന്നുള്ള കാര്യം വാഹനങ്ങൾ ഒഴിഞ്ഞു പോകുന്ന കർഫ്യൂ പോലെയുള്ള സന്ദർഭങ്ങളിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇതുപോലെ തന്നെയാണ് ബോധത്തിൻ്റെയും കാര്യം. അപ്പോൾ ബോധമെന്ന് പറയുന്നത് നാഷണൽ ഹൈവേ പോലെയാണ് എന്ന് മാത്രം വിചാരിക്കരുത്. ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഉദാഹരണത്തിൽ കടിച്ചു തൂങ്ങരുത്. ഉദാഹരണം എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടി, അല്ലെങ്കിൽ കാര്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ ഉദാഹരണങ്ങളെല്ലാം. ഈ പറയുന്ന ഒരു ഉദാഹരണവും വസ്തുവിനെ വേണ്ട പോലെ വെളിവാക്കി തരുന്നില്ല എന്നുള്ളതാണ് സത്യം. വേദാന്ത ശാസ്ത്രത്തിൽ പറയപ്പെട്ടിട്ടുള്ള അനേകം ഉദാഹരണങ്ങൾ, അതൊന്നും ജഗത്തും ഈശ്വരനും അല്ലെങ്കിൽ ജീവനും ബ്രഹ്മവും തമ്മിലുള്ള ബന്ധത്തെ സ്പഷ്ടമായി വെളിവാക്കുന്നില്ല. ഓരോ ഉദാഹരണങ്ങളിലൂടെ ഓരോരോ അംശത്തെ മാത്രമാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. അവസാനം സത്യത്തെ കണ്ടു കഴിയുമ്പോൾ ഉദാഹരണങ്ങളെയൊക്കെ തള്ളിക്കളയുക. ഉദാഹരണങ്ങളെ ആചാര്യന്മാർ ശിഷ്യന്മാർക്ക് ഉപദേശിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചതാണ്. കാര്യം പിടികിട്ടിക്കഴിഞ്ഞാൽ ഉദാഹരണങ്ങളെ ഉപേക്ഷിക്കുക. ഇനി കയറും പാമ്പും കടലും അലയും മരുഭൂമിയും കാനൽ ജലവും അതൊക്കെ വിട്ടേക്കുക. അവസാനം ബോധം മാത്രമേ ഉള്ളിലുണ്ടാകാവൂ. ഈ ഉദാഹരണങ്ങളെയെല്ലാം ഉപേക്ഷിക്കണം. അങ്ങനെ സത്യസാക്ഷാത്കാരം നേടി നമ്മുടെ അടുത്ത് ആരെങ്കിലും ഈ സത്യത്തെ അറിയാനായി അന്വേഷിച്ചെത്തുകയാണെങ്കിൽ അപ്പോൾ ഈ ഉദാഹരണങ്ങളെ വീണ്ടും നമുക്ക് അംഗീകരിക്കാം. അല്ലാതെ ഈ ഉദാഹരണത്തെയും ചിന്തിച്ചുകൊണ്ടിരുന്ന ആത്മജ്ഞാനം ഒരിക്കലും ലഭിക്കുകയില്ല. 75-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. സസ്വഭാവോ ഹി സർവേഷാമർത്ഥാനാം തേ ച തന്മയാഃ താദൃശാസ്തന്നഭോരൂപാസ്തേന വിശ്വമതോ നഭഃ. സസ്വഭാവോ ഹി സർവേഷാം. ഈ ആത്മാവ് എന്ന് പറയുന്നത് എന്താണ്? ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ പലർക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എല്ലാവരും ആത്മാവ്, ബ്രഹ്മം, ഈശ്വരൻ, ഭഗവാൻ ഇങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നുണ്ട്. പലരും ഈ വാക്കുകൾക്ക് തമ്മിൽ ഭേദമുണ്ട് എന്നാണ് കരുതുന്നത്. ആത്മാവ് ശരീരത്തിനകത്തുള്ളത്, പരമാത്മാവ് എങ്ങും വ്യാപിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഈശ്വരനോ? ആ ഈശ്വരൻ എന്ന് പറയുന്നത് ഏതാണ്ട് പരമാത്മാവ് പോലെ തന്നെ, പക്ഷേ പരമാത്മാവാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്ത് പണ്ടാരം പറയണം? ശാസ്ത്രീയമായ ഈശ്വര തത്വത്തിൻ്റെ പേരാണ് ബ്രഹ്മം അഥവാ പരമാത്മാവ്. മായയോടുകൂടി ചേർന്ന് അല്ലെങ്കിൽ മായയോട് കൂട്ടിച്ചേർത്ത് സംസാരിക്കുമ്പോഴാണ് ഈശ്വരൻ എന്നുള്ള പേര്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന ആ ശക്തിയെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. ശുദ്ധമായ ബോധം അത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമല്ല. അതൊന്നും ചെയ്യുന്നില്ല, അനങ്ങുന്നില്ല. അതിൻ്റെ ശക്തി കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നു. ആ ശക്തിയോടുകൂടി ചേർന്ന് നിൽക്കുന്ന ബ്രഹ്മത്തെ ഈശ്വരൻ എന്ന് ഭക്തന്മാർ വിളിക്കുന്നു. അവർ വിളിച്ചോട്ടെ, പക്ഷേ അവരുടെ ഈശ്വരൻ വാസ്തവത്തിൽ ആരാണ് എന്ന് അവർ മനസ്സിലാക്കണം. മനസ്സിലാക്കാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയത് കൊണ്ട് ഈശ്വര സാക്ഷാത്കാരം നേടി അല്ലെങ്കിൽ നേടാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്ത് കർമ്മം ചെയ്യുന്നതിന് മുമ്പും ഈ കർമ്മത്തിൻ്റെ മഹത്വം, ഇത് ചെയ്യുന്നത് കൊണ്ട് എനിക്കെന്താണ് പ്രയോജനം, അതും മനസ്സിലാക്കണം. ഈ കർമ്മത്തിൻ്റെ പരിമിതി, ഇതിന് ഏതുവരെ മാത്രമേ നമ്മെ കൊണ്ടുചെല്ലാൻ കഴിയൂ, അതും മനസ്സിലാക്കണം. ഒരു വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്തെന്നോ, അയാളിലുള്ള പ്ലസും മൈനസും മനസ്സിലാക്കുക. ഒരു വ്യക്തിയിലുള്ള ഗുണദോഷങ്ങൾ രണ്ടിനെയും മനസ്സിലാക്കിയാലാണ് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് പറയാൻ കഴിയുക. നമ്മുടെ കർമ്മങ്ങൾ മഹത്തരങ്ങളാണ്, വിശേഷിച്ചും വൈദിക കർമ്മങ്ങൾ. വേദങ്ങൾ ജീവിച്ചിരിക്കുന്നത് വരെ അല്ലെങ്കിൽ അവസാന ശ്വാസം വരെ
ഈ കർമ്മങ്ങൾ മനുഷ്യർ ചെയ്തേ പറ്റൂ എന്ന് നിഷ്കർഷിക്കുന്ന വൈദിക കർമ്മങ്ങൾ ചെയ്യണം. പക്ഷേ ആ കർമ്മം കൊണ്ട് ആത്മാവിനെ നേരിട്ട് പിടിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് കർമ്മത്തിൻ്റെ പരിമിതി. കർമ്മങ്ങൾ വാഹനം പോലെയാണ്. അതായത് ഒരു പരിധിവരെ മാത്രമേ ഈ വാഹനങ്ങൾ നമ്മെ വഹിക്കുകയുള്ളൂ. നമ്മളെ ചുമന്നുകൊണ്ട് പോകുന്ന ഈ വണ്ടി KSRTC ബസ്സാണെങ്കിൽ അത് നമ്മൾ ചെന്നെത്തേണ്ട ആ ലക്ഷ്യസ്ഥാനത്തുള്ള ബസ് സ്റ്റാൻഡിൽ വണ്ടി നിർത്തും. അല്ലാതെ എൻ്റെ വീട് പ്രാന്തപ്രദേശത്താണ് അല്ലെങ്കിൽ നാട്ടുംപുറത്താണ്, എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഈ സൂപ്പർ ഫാസ്റ്റ് കൊണ്ട് നിർത്തണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. സ്റ്റാൻഡിൽ പിടിക്കും, അല്ലെങ്കിൽ വീട്ടിനടുത്തുള്ള ഒരു സ്റ്റോപ്പ്, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇറങ്ങണം. കർമ്മങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഉപേക്ഷിക്കപ്പെടേണ്ടവയാണ് എന്ന സത്യം മനസ്സിലാക്കിയിട്ട് കർമ്മം ചെയ്യാൻ തുടങ്ങണം. അല്ലെങ്കിൽ എന്തു പറ്റും? ഈ കർമ്മം വാസനയായിത്തീരും. ഈ കർമ്മം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഘട്ടം ഉണ്ടാവും. അപ്പോൾ മനസ്സ് വല്ലാതെ പിടയ്ക്കും. മനസ്സിന് പിടച്ചിലുണ്ടാക്കാനുള്ള അല്ല കർമ്മം, പിടച്ചിൽ മാറ്റാനാണ്. മനസ്സിൻ്റെ അസ്വസ്ഥത ഉപശമിപ്പിക്കാനാണ് കർമ്മങ്ങളെ കൂട്ടുപിടിക്കേണ്ടത്. അതിന് കർമ്മങ്ങളുടെ പരിമിതി മനസ്സിലാക്കിയേ പറ്റൂ. ഇതാണ് അന്തിമം, ഇതിനപ്പുറത്തൊന്നുമില്ല. അങ്ങനെ വിചാരിക്കരുത്. കർമ്മം മഹത്തരമാണ്. കർമ്മം ചെയ്യാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ കർമ്മവാസനകളുമായി വന്ന് ജനിച്ചവരാണ്. അതുകൊണ്ട് കർമ്മം ചെയ്തേ പറ്റൂ. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ സാത്വികമായ കർമ്മങ്ങൾ ചെയ്ത് മനസ്സിനെ ശുദ്ധീകരിച്ച് പവിത്രമാക്കി തീർത്ത് തത്വവിചാരത്തിന് അധികാരിയായി തത്വവിചാരത്തിലൂടെ ക്രമേണ ആത്മജ്ഞാനത്തെ ലക്ഷ്യമാക്കി യാത്ര തുടരണം. ആത്മജ്ഞാനത്തെ ലക്ഷ്യമാക്കി യാത്ര തുടരുമ്പോൾ ഈ കർമ്മങ്ങളെ കൂട്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലോഡ് എടുത്തുകൊണ്ട് നടക്കുന്നത് പോലെയാണ്. ലോഡ് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ല. ഒരു ഘട്ടം വരെ നമുക്ക് ഈ ഭാരമൊക്കെ ചുമന്നുകൊണ്ട് വരാം. ഏത്? കർമ്മം എന്ന് പറയുന്ന ഭാണ്ഡക്കെട്ട്. ആ ഭാണ്ഡക്കെട്ട് ചുമന്നുകൊണ്ട് നമുക്ക് വരാം. മനസ്സ് നല്ലതുപോലെ പാകപ്പെട്ടു, മനസ്സിന് പവിത്രത കൈവന്നു, മനസ്സ് ശാന്തമായി തീർന്നു, ആത്മതത്വമാണ് തൻ്റെ ജീവിത ലക്ഷ്യം എന്ന സത്യം മനസ്സിലായി. കർമ്മങ്ങൾക്ക് പരിമിതികളുണ്ട്. ഈ കർമ്മങ്ങൾ ചിത്തശുദ്ധി വരെ മാത്രമേ നമുക്ക് നേടിത്തരൂ എന്നുള്ള പരമാർത്ഥം മനസ്സിലാക്കി ഈ ആത്മജ്ഞാനമാണ് ഞാൻ പ്രാപിക്കേണ്ടത് എന്ന ഒരു വ്യഗ്രത, എത്രയും പെട്ടെന്ന് ഞാൻ ഈ ആത്മാവിനെ കണ്ടെത്തണം. കാരണം ഓട്ടക്കുടത്തിൽ നിന്ന് വെള്ളം ഒലിച്ചു പോവുകയാണ് എന്ന സത്യം തിരിച്ചറിയുമ്പോൾ കർമ്മത്തിലുള്ള പിടിവിടും. ശ്രദ്ധ, ഏകാഗ്രത ആത്മാവിലായിത്തീരും. അപ്പോൾ കർമ്മത്തെ വിടാം. കർമ്മത്തിൽ ഒരാൾക്ക് ശ്രദ്ധയും ഏകാഗ്രതയും ഏതുവരെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ, ഉള്ളിൽ ഞാൻ എന്ന ഭാവം ഉള്ളതുവരെ, ഞാൻ കർത്താവാണ് എന്ന ചിന്തയുള്ളതുവരെ കർമ്മത്തിലായിരിക്കും നമ്മൾ പിടിമുറുക്കുന്നത്. ക്രമേണ തത്വവിചാരത്തിലൂടെ ഈ ഞാനിൻ്റെ നിരർത്ഥകത, ഞാനൊരു നിഴൽ മാത്രമാണ് എന്ന സത്യം അല്പാൽപ്പം പിടികിട്ടുമ്പോൾ കർമ്മങ്ങളിലുള്ള ശ്രദ്ധ നേരെ ജ്ഞാനത്തിലേക്ക് തിരിയും. അപ്പോൾ കർമ്മങ്ങൾ തനിയെ കൊഴിഞ്ഞു പോകും. നിങ്ങൾ ഏതിലാണോ നിങ്ങൾക്ക് ശ്രദ്ധയുള്ളത്, നിങ്ങളുടെ മനസ്സ് ഏതിനെ ലക്ഷ്യമാക്കിയാണോ മുമ്പോട്ട് പോകുന്നത്, അതിൽ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ആത്മാവിൽ ശ്രദ്ധിക്കുന്ന ഒരാൾ വിരക്തനായി മാറും. അയാൾക്ക് കർമ്മമോ കർമ്മഫലങ്ങളിലോ താത്പര്യം കുറഞ്ഞു വരും. അത് തന്നെയാണ് മനസ്സ് പാകപ്പെടുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണവും. അന്തർമുഖമായി തീരും. ആത്മവിചാരത്തിൽ അതീവ താത്പര്യമുണ്ടാവും. അങ്ങനെ വരുമ്പോൾ അയാൾ ആത്മാവിനെ തന്നെ ചിന്തിച്ചുകൊണ്ട്
പ്രാരബ്ധ കർമ്മങ്ങൾക്ക് തൻ്റെ ശരീരത്തെ വിട്ടുകൊടുക്കും. താനായി കർമ്മങ്ങളിൽ ചെന്ന് തല വെച്ചു കൊടുക്കില്ല. ആഗ്രഹങ്ങളാൽ പ്രേരിപ്പിക്കപ്പെട്ട് കർമ്മം ചെയ്യില്ല. എനിക്ക് ഒന്ന് ചെയ്യണം എന്നുള്ള വിചാരത്തെ തുടർന്ന് അയാൾ ഒരു കർമ്മവും ചെയ്യില്ല. അയാളെ കൊണ്ട് പ്രകൃതി ചെയ്യിക്കേണ്ടത് എന്താണോ അത് പ്രകൃതി ചെയ്യിക്കും. ശരീരത്തിന് പ്രകൃതിയുടെ കൈകളിൽ അർപ്പിക്കുക. ശരീരം ഒരു ഉപകരണം മാത്രമാണ്, അത് ജഡമാണ്. അതിൻ്റെ ഉള്ളിലുള്ള ബോധം അതിന് ഈ ശരീരവുമായിട്ടോ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുമായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ശരീരം ഈ പ്രപഞ്ച സമുദ്രത്തിൽ ഒരു പൊങ്ങുതടി പോലെ അങ്ങനെ ഫ്ലോട്ട് ചെയ്തു പോകും. അപ്പോഴാണ് ലാഘവം എന്താണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഓ, ഇതാണ് സുഖം. അല്ലാതെ കർമ്മം ചെയ്യുന്നതല്ല. നമ്മുടെ ശരീരത്തെ ഈ പ്രപഞ്ച സാഗരത്തിൽ ഒഴുകി നടക്കാൻ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഞാൻ ഭാവം ഇല്ലാതാവുക എന്നർത്ഥം. അത് തന്നെയാണ് താൻ ഭാവത്തിൽ നിൽക്കുക എന്ന് ദുർഗാനന്ദ സ്വാമി പറയുന്നത്. ശരീരം എൻ്റേതല്ല, എനിക്ക് കർമ്മവുമായി യാതൊരു ബന്ധവുമില്ല, കർമ്മം ചെയ്യാൻ വേണ്ടി വന്നവനല്ല ഞാൻ. ആത്മതത്വം അതെൻ്റെ സ്വരൂപമാണ്. പക്ഷേ അതിന് ഞാൻ അറിയാതെ ഇരിക്കുന്നു. ആ അവസ്ഥയാണ് അജ്ഞാനം. ഈ അജ്ഞാനത്തെ നശിപ്പിച്ച് ഞാൻ ആത്മാവാണ് എന്നുള്ള സത്യം നേടുകയാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് തീരുമാനിക്കുന്നയാൾ അചിരേണ ആത്മാവിനെ നോക്കി സൂപ്പർ ഫാസ്റ്റിൻ്റെ വേഗതയിൽ അയാൾ പായും. അയ്യോ, അത് ഒരുപാട് സാധന ചെയ്ത് നേടേണ്ടതല്ലേ. ഇപ്പം ചെയ്യുന്ന സാധനങ്ങളൊക്കെ വിട്ടിട്ട് നിങ്ങൾക്ക് അടങ്ങി ഒരിടത്തിരിക്കാൻ പറ്റുമോ? അപ്പോൾ അതിനെ കിട്ടും. നിശ്ചലതയിലൂടെ നേടേണ്ട ഒന്നിനെ പാഞ്ഞുകൊണ്ട് എങ്ങനെ നേടാൻ പറ്റും? ആത്മാവ് നിശ്ചലതയാണ്, നിശബ്ദതയാണ്. ആ നിശബ്ദമായ സത്യത്തെ മൗനത്തിലൂടെ നിശ്ചലതയിലൂടെ നേടുന്നതിന് പകരം മന്ത്രങ്ങൾ തുരുതുരാ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിനെ എങ്ങനെ നേടാൻ പറ്റും? ഇതിൻ്റെ അർത്ഥം മന്ത്രം ജപിക്കേണ്ട എന്നാണോ? എൻ്റെ വാക്കുകളെ ദയവായി തെറ്റിദ്ധരിക്കരുത്. സത്യത്തെ പച്ചയായി തൊലിയുരിച്ചു പറയുമ്പോൾ ആ കാര്യം മനസ്സിലാക്കുകയാണ് വേണ്ടത്. മന്ത്രജപം മനസ്സിനെ സ്ട്രീം ലൈൻ ചെയ്യാനാണ്. എന്ന് പറഞ്ഞാൽ അനേകം ചിന്തകളിൽപ്പെട്ട് ചിതറിത്തെറിക്കുന്ന ആ മനസ്സിനെ ചാനലൈസ് ചെയ്ത് ഒരു പ്രത്യേക വഴിയിലൂടെ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഈ മന്ത്രജപവും മറ്റ് സാധനകളും എല്ലാം തന്നെ. അങ്ങനെ തിരിച്ചുവിടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പല ഭാഗങ്ങളിലായി ചിതറിപ്പോകുന്ന മനസ്സിനെ ഒരു പ്രത്യേക വഴിയിലൂടെ തിരിച്ചുവിട്ടിട്ട് ആ വഴി അടയ്ക്കുക. അപ്പോൾ മനസ്സ് ചലിക്കാതെയാവും, മനസ്സ് നിശ്ചലമായി തീരും. അതാണ് ശരിക്കുള്ള യോഗം. യോഗശ്ചിത്തവൃത്തി നിരോധ. ചിത്തവൃത്തികളെ നിരോധിക്കാനാണ് ഋഷിമാർ മന്ത്രം ജപിക്കാനും വൈദിക കർമ്മങ്ങൾ ചെയ്യാനും വേദങ്ങൾ ഉരുവിടാനും ഒക്കെ പറഞ്ഞത്. അത് ജീവിത അവസാനം വരെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനില്ല. അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ദയവായി ഇപ്പം തന്നെ ആ തെറ്റിദ്ധാരണ മാറ്റിക്കോളൂ. കർമ്മങ്ങൾ എന്നെങ്കിലും ഒരു ദിവസം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരാൾ യാത്ര തുടങ്ങുന്നത് എന്തിനാണ്? ഒരു ബസ്സിലോ കാറിലോ ട്രെയിനിലോ കയറി ഒരാൾ യാത്ര ചെയ്യുന്നു. ഈ യാത്രയുടെ ഉദ്ദേശം എന്ത്? ജീവിതകാലം മുഴുവൻ യാത്ര ചെയ്യാനാണോ? അല്ല, ലക്ഷ്യസ്ഥാനത്തെ പ്രാപിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം. ലക്ഷ്യം എത്തിക്കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങണം. എന്ന് പറഞ്ഞാൽ സാധനകൾ നിൽക്കണം, സാധനങ്ങളെയൊക്കെ അവസാനിപ്പിക്കണം. ചിലർ പറയുന്നത് എന്തെന്നോ, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ മനസ്സ് പാകമാകുമ്പോൾ സാധനങ്ങളൊക്കെ തനിയെ കൊഴിഞ്ഞു പോകും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, സാധനങ്ങളെ അംഗീകരിച്ചത് നിങ്ങളാണ്. നിങ്ങളാണ് കരടിയെ കയറി പിടിച്ചത്. നിങ്ങൾ കരടിയെ കയറി പിടിച്ചാൽ കരടി നിങ്ങളെ പിടിക്കും, അവസാനം പിടിവിടില്ല. എന്നിട്ട് അയ്യോ കരടി എന്നെ പിടിച്ചേ, പിടിവിടുന്നില്ലേ, കരഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളാണല്ലോ കരടിയെ പിടിച്ചത്. ഇപ്പം കരടി നിങ്ങളെയും പിടിച്ചു. ഈ കരടിയുടെ പിടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക. ഈ കരടിയെ പോലെയാണ് കർമ്മം. കർമ്മത്തെ കയറി പിടിച്ചത് ജീവനാണ്. അജ്ഞാന അവസ്ഥയിൽ കഴിയുന്ന ജീവനാണ്
തന്നെ ഉദ്ധരിക്കാൻ വേണ്ടി കർമ്മത്തിൽ പിടിമുറുക്കിയത്. അത് അന്ധമായി അങ്ങനെ പിടിമുറുക്കിയാൽ കർമ്മം നമ്മളെ പിടിക്കും. നമ്മൾ കർമ്മത്തെ ഒരു വാഹനമായി അല്ലെങ്കിൽ ഒരു ഉപാധിയായി സ്വീകരിച്ച് കർമ്മത്തെ അതിവർത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ കാര്യം മനസ്സിലാക്കാതെ അന്ധമായി കർമ്മത്തിൽ പിടിമുറുക്കിയത് കൊണ്ട് കർമ്മം ഒരു വാസനയായി തീർന്നു. അത് നമ്മെ ഇപ്പോൾ വിടുന്നില്ല. ഇങ്ങനെയാണ് പല സാധകന്മാരും കരടിയുടെ പിടിയിൽപ്പെട്ട് കഴിയുന്നത്. കരടിയുടെ പിടിയിൽപ്പെട്ട് കഴിയുന്നു പലരും. എന്താണ് സാധന എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരെണ്ണം ചെയ്യാൻ തുടങ്ങി, കൊല്ലങ്ങളായി ചെയ്തു. എന്തിനു ചെയ്യുന്നു? ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? താൻ ഈ എന്തിനെ പ്രാപിക്കാനാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്? ഇതിനെക്കുറിച്ചൊന്നും ഒരു നിമിഷം പോലും ആലോചിക്കാതെ, കാരണം ആലോചിക്കാൻ പാവത്തിന് സമയം കിട്ടിയില്ല. കാരണം പുള്ളിക്ക് സാധനകൾ ചെയ്യാൻ മാത്രമേ സമയം തികഞ്ഞുള്ളൂ. ഇതുപോലെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാനോ വിശകലനം ചെയ്യാനോ ഒന്നും അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. അങ്ങനെയുള്ളവർ ജീവിത അവസാനത്തിൽ ഈ കർമ്മം എനിക്ക് ചെയ്യാൻ പറ്റാതായി പോകുന്നല്ലോ, കർമ്മം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന ദുഃഖത്തോടു കൂടി ഇവിടെ നിന്നെന്ന് പറഞ്ഞാൽ ഈ ഹാളിൽ നിന്നല്ല, ഈ ലോകത്ത് നിന്ന് യാത്രയാകേണ്ടി വരും. ചെയ്തതൊന്നും തൃപ്തി വന്നില്ല, ഇനിയും പലതും ചെയ്യാൻ കിടക്കുന്നു. ത്യാഗരാജസ്വാമികൾ 1 കോടി രാമനാമം ജപിച്ച് രാമനെ സാക്ഷാത്കരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ത്യാഗരാജസ്വാമികൾ 1 കോടി രാമനാമം ജപിച്ചു എന്നാണ്. ത്യാഗരാജസ്വാമികൾക്ക് 1 കോടി കൊണ്ട് രാമദർശനം ലഭിച്ചു. നമുക്ക് എത്ര കോടി ജപിച്ചാലാണ് രാമനെ കാണാൻ കഴിയുക? ഒരാൾക്ക് ഒരു സാധനയിലൂടെ ഒന്ന് കിട്ടി എന്ന് വിചാരിച്ച് അതേ സാധനയിലൂടെ അത്രയും കാലം കൊണ്ട് എനിക്കും ആ ലക്ഷ്യം നേടാൻ പറ്റും എന്ന് കരുതുന്നത് തികഞ്ഞ വിഡ്ഢിത്തമാണ്. നമുക്ക് ചിലപ്പോൾ 10 കോടിയോ 20 കോടിയോ ജപിക്കേണ്ടി വരും. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ത്യാഗരാജസ്വാമികളല്ല. ത്യാഗരാജസ്വാമികളുടെ പാകതയും ഭക്തിയും ആ ഭക്തിയുടെ തീവ്രതയും ആഴവും ഒന്നും നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് പല കോടി രാമനാമങ്ങൾ ജപിക്കേണ്ടതായി വരുന്നു. ഇതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കരഞ്ഞിട്ടോ ദുഃഖിച്ചിട്ടോ കഥയില്ല. ഓരോരുത്തർ ഓരോ തരം വാസനകളോട് കൂടിയാണ് വന്ന് ജനിക്കുന്നത്. 30-32 വയസ്സ് കൊണ്ട് പൊടിയും തട്ടി ഇവിടുന്ന് പോയവരാണ് വിവേകാനന്ദ സ്വാമികൾ, രാമതീർത്ഥ സ്വാമികൾ, ശങ്കരാചാര്യ സ്വാമികൾ. ഇവരൊക്കെ നമുക്ക് 32 കഴിഞ്ഞ് 64 കഴിഞ്ഞ് അടുത്തത് 96 ആവാൻ പോവുകയാണ്. ഇപ്പം വയസ്സ് 95, 32ൻ്റെ 3 ഇരട്ടി. എന്നിട്ടും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഏത് മാർഗത്തിലൂടെയാണ് മുമ്പോട്ട് പോകേണ്ടത്? ഇങ്ങനെ കണ്ണും മിഴിച്ച് നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം ലക്ഷ്യബോധം ഉണ്ടാക്കി തീർക്കണം. അത് അതെ, ശിഷ്യന്റെ പ്രജ്ഞയാണ് ഉണർത്തപ്പെടേണ്ടത്. ഗുരു ജ്ഞാനത്തെ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ശിഷ്യന്റെ ഉള്ളിലുള്ള ആ പുക അല്ലെങ്കിൽ പൊടി വ്യാപിച്ചിട്ടുള്ള ബുദ്ധിയെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നു. അത്രയേ ഗുരു ചെയ്യുന്നു. ആ മുകളിലുള്ള ആ അജ്ഞാനത്തിൻ്റെ നേരിയ പാട അദ്ദേഹം തുടച്ച് വൃത്തിയാക്കുന്നു. ബാക്കി അകത്തുള്ളവൻ നോക്കിക്കോളും. ഇതല്ലേ ദുർഗാനന്ദ സ്വാമി പറഞ്ഞത്? സ്വാമിയുടെ ഹാർട്ടിൽ ഒരു ബ്ലോക്ക് ഉണ്ട്, അത് ഉടനെ സർജറി ചെയ്യണമെന്ന്. ബ്ലോക്ക് ഉണ്ടാക്കിയവൻ നോക്കിക്കോളും എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ നേരിട്ട് കേട്ടതല്ല, പറഞ്ഞു കേട്ടതാണ്. ബ്ലോക്ക് ഉണ്ടാക്കിയവൻ നോക്കിക്കോളും. അല്ല, ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാം. ആ ഉറപ്പില്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ വരാന്തയിൽ കിടക്കേണ്ടി വരും. ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ നല്ല ചികിത്സ കിട്ടും, കാശ് കൊടുക്കേണ്ടി വരും. അവർ മുഫ്തുമേം ഒന്നും ചെയ്യില്ല.
മുഫ്തമ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട്, സൗജന്യമായിട്ട് ഒന്നും കിട്ടത്തില്ല, എല്ലാറ്റിനും കാശാണ്. ബില്ലടച്ചിട്ട് വന്നാലേ ചികിത്സ തുടങ്ങൂ എന്ന് പറയും. ഇനി അത്ര എമർജൻസി കേസാണെങ്കിൽ അവർ അകത്ത് കയറ്റി വേണ്ട ചികിത്സ തുടങ്ങും. പക്ഷേ ബില്ലടയ്ക്കാതെ രോഗിയെ ഡിസ്ചാർജ് ചെയ്യില്ല. നിങ്ങൾ എങ്ങനെയാണ് ഇറങ്ങിപ്പോകുന്നതെന്ന് നോക്കട്ടെ. രോഗിയെ വിട്ടുതരില്ല. അയ്യോ എൻ്റെ അച്ഛനാണ്, എനിക്ക് എൻ്റെ അച്ഛനെ വീട്ടിൽ കൊണ്ടുപോകണം, കാശ് അടച്ചിട്ട് വാ, പൈസ അടച്ചിട്ട് വാ. ഇത് ധർമാശുപത്രിയൊന്നുമല്ല, ഞങ്ങൾ തുറന്നു വച്ചിരിക്കുന്നത് ലോകത്തെ നന്നാക്കാനൊന്നുമല്ല. ഇപ്പോൾ അവൻ്റെ വായിൽ തല വെച്ച് കൊടുത്താൽ കാശ് കൊടുക്കാതെ തലയൂരി രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് പറ്റുന്നിടത്തോളം ആശുപത്രി പോകാതിരിക്കാനുള്ള വഴി നോക്കുക. ചെറിയ ചെറിയ രോഗങ്ങൾ, അതിനൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ലഭിക്കുന്ന ചുക്ക്, കുരുമുളക് പോലെയുള്ള വസ്തുക്കളുണ്ട്. അതൊക്കെ കൊണ്ട് തീരാവുന്ന ജലദോഷവും പനിയും ഒക്കെ ഉള്ളൂ. അതിനൊക്കെ ഓരോ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ നേരെ ആശുപത്രിയിൽ ചെന്ന് കയറരുത്. കയറിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വലിയ പ്രയാസമായിരിക്കും. സംസാര സാഗരത്തിൽ നിന്ന് തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ആശുപത്രിയിൽ കയറിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്നത് വളരെ പ്രയാസമാണ്. അവൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായി മാറി മാറി റെഫർ ചെയ്യും. അയ്യോ എനിക്ക് നെഞ്ചുവേദന ഉണ്ടായിരുന്നു, നെഞ്ചുവേദന പോയി. അല്ല, നിങ്ങൾ ഗാസ്ട്രോയെ കൂടെ കാണണം. കാരണം അവനും കുറച്ച് പൈസ കിട്ടട്ടെ. ഇവരെല്ലാം കൂടെയുള്ള ഒത്തുകളിയാണ്. ഒരു വലിയ കൊള്ളക്കൂട്ടമാണ്, ഒരു വലിയ നെറ്റ്വർക്കാണ്, ശൃംഖലയാണ്. അതുകൊണ്ട് ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ആശുപത്രി പോകാതിരിക്കുക. പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മുടെ തലവിധി ആശുപത്രി കിടന്ന് മരിക്കാനാണ് നമ്മുടെ തലവിധിയെങ്കിൽ നമ്മുടെ വീട്ടുകാർ നമ്മളെ ആശുപത്രിയിൽ എത്തിക്കും. ICUവിൽ വെച്ചായിരിക്കും നമ്മുടെ ജീവൻ പോവുക. എന്നാലും നമുക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ട് തെറ്റില്ലല്ലോ. ഞാൻ വീട്ടിൽ കിടന്ന് ചത്തോളാം. പ്രാരബ്ധം വേറെന്നായിരിക്കും. ശരി, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. സസ്വഭാവോ ഹി സർവേഷാം അർത്ഥാനാം. സകല വസ്തുക്കളുടെയും സ്വഭാവം എന്ന് പറയുന്നത് ആത്മാവാണ്. സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വതവേയുള്ള ഭാവം. ഈ വസ്തുക്കളെല്ലാം യഥാർത്ഥത്തിൽ ബ്രഹ്മമാണ്. ബ്രഹ്മം എന്നുള്ളതാണ് വസ്തുക്കളുടെ തനതായ ഭാവം അല്ലെങ്കിൽ സ്വഭാവം. ആ സ്വഭാവമായ ബ്രഹ്മത്തെ അറിയാതെ നാമരൂപങ്ങളിൽ ഭ്രമിച്ച് കുറേ വർഷം ഇവിടെ ജീവിച്ച് ഇവിടുന്ന് യാത്രയാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഒരു നാശം മറ്റെന്താണ് വരാനിരിക്കുന്നത്? അതുകൊണ്ട് സത്യം മനസ്സിലാക്കുക. സിദ്ധാന്തപരമായിട്ടാണെങ്കിലും അത് നിങ്ങളെ രക്ഷിക്കും. ആത്മാനുഭവം നേടാൻ പറ്റിയില്ല, കുഴപ്പമില്ല, അതിനുള്ള സമയമായില്ല, അതിനുള്ള തലവിധിയില്ല. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. വലിയ വലിയ ഭയങ്ങളിൽ നിന്ന് ഒരല്പം ആത്മജ്ഞാനം നിങ്ങളെ രക്ഷിക്കും. ഒരല്പം ഈ സത്യം ഉൾക്കൊള്ളൂ. പഠിക്കാനൊന്നുമില്ല, കാണാപ്പാടമൊന്നും പഠിക്കണ്ട. ഇന്നതാണ് പ്രപഞ്ചത്തിൻ്റെ അന്തിമമായ സത്യം എന്ന കാര്യം ബുദ്ധിയെ അല്പ ദിവസം ഒന്ന് പഠിപ്പിക്കൂ, കുറച്ച് ശീലിക്കൂ, അഭ്യസിക്കൂ. ആ ബുദ്ധിക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഉറപ്പ് അത് നമ്മെ മഹാഭയങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഈ വസ്തുക്കളെല്ലാം തന്മയമാണ്. തന്മയം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇത്. ഇവയൊക്കെ ജഗത്തും ജീവനുമായി കാണപ്പെടുന്നത് ബ്രഹ്മം തന്നെയാണ്. പക്ഷെ ബ്രഹ്മമാണ് എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയുന്നില്ല. അതും കൂടെ ഒന്ന് അറിഞ്ഞേക്കൂ. എന്തായാലും ഇത്രയായില്ലേ, നനഞ്ഞ് ഇറങ്ങിയ കുളിച്ച് കയറണം ഇല്ലേ? എന്തായാലും നനഞ്ഞു, മുണ്ട് നനഞ്ഞു, എന്നാൽ പിന്നെ നല്ല പോലെ മുങ്ങി കുളിച്ചിട്ട് നമുക്ക് കരയിലേക്ക് കയറാം. അല്ലാതെ അയ്യോ വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരിക്കും, എനിക്ക് പച്ചവെള്ളത്തിൽ കുളിച്ചാൽ ജലദോഷം വരും. എന്തായാലും ഇറങ്ങി അതിൻ്റെ അന്തം കണ്ടിട്ട് വരിക. സാധനങ്ങളെ പകുതിയിൽ ഉപേക്ഷിക്കരുത്. ചിലരൊക്കെ അങ്ങനെയാണ്, അക്ഷമ കാരണമായിട്ട് എത്ര കാലമായി ചെയ്യുന്നു,
വലിയ പ്രയോജനമൊന്നുമില്ല. അല്ല, നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് വേണ്ടത് സുഹൃത്തെ? നിങ്ങളുടെ സാധനകളിലൂടെ എന്ത് പ്രയോജനം കിട്ടുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അത് ഈശ്വര ദർശനം. ഈശ്വരനെ ഉള്ളിലാണ് ദർശിക്കേണ്ടത്. പുറമേ ഉള്ളതെല്ലാം അജ്ഞാനത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. അപ്പോൾ പുറമേ ഭഗവാൻ ഏതെങ്കിലും ദിവ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് വിചാരിച്ചാൽ അത് തെറ്റിദ്ധാരണയാണ്. അകത്ത് ദിവ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ശരിയായ ധാരണയാണോ എന്ന് ചോദിച്ചാൽ അകത്ത് ദിവ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അതും തെറ്റിദ്ധാരണയാണ്. കാരണം രൂപമില്ലാത്തതാണ് സത്യം. അത് രൂപത്തോടു കൂടി പ്രകടമാകുക എന്ന് പറഞ്ഞാൽ അത് മനസ്തലം മാത്രമാണ്, അത് ആത്മതലമല്ല. രൂപങ്ങളൊക്കെ മാഞ്ഞു പോട്ടെ. ശാന്തിയുടെ, സ്വസ്ഥതയുടെ, ആനന്ദത്തിൻ്റെ രൂപത്തിലാണ് ഭഗവാൻ ഉള്ളിൽ തെളിയേണ്ടത്. നിങ്ങൾക്ക് ദിനം പ്രതി സുഖം വർദ്ധിച്ചു വരുന്നുണ്ടോ? അകാരണമായി നിങ്ങളുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ടോ? യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നിങ്ങൾ ശരിയായ മാർഗത്തിലൂടെയാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പിക്കാം. ദിവസം പ്രതി അസ്വസ്ഥത, ദുഃഖം, ഭയം ഇതൊക്കെയാണ് വർദ്ധിച്ചു വരുന്നതെങ്കിൽ നിങ്ങൾ ശരിയായ വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് കരുതിയാലും ആക്ച്വലി നിങ്ങൾ തെറ്റായ വഴിയിലൂടെ, വഴി തെറ്റിയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുറകിലേക്ക് വന്ന് ശരിയായ വഴിയിലൂടെ യാത്ര തുടരുക. സ്വസ്ഥത, ശാന്തി അതാണ് ദിവസം പ്രതി വർദ്ധിച്ചു വരേണ്ടത്. അല്ലാതെ ഈ സാധനങ്ങളിലൂടെ മറ്റൊന്നും നമുക്ക് നേടാനില്ല. ആത്മാവെന്ന് പറയുന്നത് ആനന്ദ സ്വരൂപമാണ്. അറിവ്, ബോധം അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷയിൽ അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ അകാരണമായ സന്തോഷം, പ്രസാദം, വാസിഷ്ഠം പറയുന്ന അന്തശീതളത, അതാണ് ബ്രഹ്മാനുഭവം. അല്ലാതെ ചില സിദ്ധികളൊക്കെ നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിലിരിക്കുന്നതൊക്കെ എനിക്ക് വായിച്ചറിയാൻ പറ്റുന്നുണ്ട്, അതൊന്നുമല്ല. അവനവൻ്റെ മനസ്സിൽ തന്നെ ആവശ്യത്തിലേറെ ചപ്പും ചവറുമുണ്ട്. അപ്പോഴാണ് ഒരുത്തൻ്റെ മനസ്സിലുള്ള ചിന്തകൾ, അവൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് വികാര വിചാരങ്ങൾ, ഇതൊക്കെ നോക്കിയിട്ട് എന്ത് പ്രയോജനം? ഇത് നമ്മുടെ വീട്ടിലുള്ള കക്കൂസിൽ എന്തുണ്ടോ അത് തന്നെയാണ് അന്യൻ്റെ വീട്ടിലെ കക്കൂസിലുള്ളത്. അതിനെയൊന്നും അറിയാനോ അതിനെയൊന്നും പരിശോധിക്കാനോ ഒന്നും ശ്രമിക്കരുത്. അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങളുടെ ഉള്ളിലെ വികാര വിചാരങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ, അതിനെ അറിഞ്ഞതുകൊണ്ട് എനിക്കെന്താ നേട്ടം? അല്ല, എന്നാലും സ്വാമി അതൊരു വലിയ സിദ്ധിയല്ലേ? മലം പരിശോധിക്കലാണോ സിദ്ധി? അതിന് ലാബുകളുണ്ട് ഇവിടെ. വേറൊരുത്തൻ്റെ ഉള്ളിലുള്ള അഴുക്കും ചപ്പും ചവറും മാലിന്യവും ഒക്കെ നമ്മൾ എന്തിനാ പരിശോധിക്കേണ്ടത്? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അവനവൻ്റെ ഉള്ളിലുള്ള മാലിന്യം എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ട് കളയാൻ നോക്കുക, അല്ലെങ്കിൽ അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ നോക്കുക. അകത്ത് തന്നെ ജ്ഞാനാഗ്നിയിൽ കത്തിച്ച് കളയുന്നതാണ് ഏറ്റവും നല്ലത്. പുറത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഫൈനടിക്കും. മനോമാലിന്യങ്ങളെ പുറത്ത് കളഞ്ഞാൽ കോർപ്പറേഷൻകാരെ അറിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഒരു ദുശ്ചിന്ത ഉദിച്ചാൽ അത് ലോകത്തിന് ഹാനികരമായി തീരും. ആ വ്യക്തിക്ക് മാത്രമല്ല, എൻ്റെ ഉള്ളിൽ ഉദിക്കുന്ന ഒരു മോശമായ വിചാരം അല്ലെങ്കിൽ വൃത്തികെട്ട ഒരു ചിന്ത അത് ലോകത്തെ മലിനമാക്കും. ആ മലിനീകരണം മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ നോക്കിയാൽ നമ്മൾ എപ്പോഴും ഈ ലോകത്തെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. ഉള്ളിലുള്ള മാലിന്യങ്ങളെ ജ്ഞാനാഗ്നിയിൽ കത്തിച്ച് ചാമ്പലാക്കൂ. ഉറവിടത്തിൽ തന്നെ ചവറ് സംസ്കരിക്കാനല്ലേ പറയുന്നത് സർക്കാർ? ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുണ്ടായ ചവറ് റോഡിൽ കൊണ്ടിടരുത്, പൊതുസ്ഥലങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കരുത്. നിങ്ങളുടെ വീട്ടിൽ തന്നെ അതിനെ കുഴിച്ചു മൂടുകയോ കത്തിച്ച് കളയുകയോ, അതാണ് ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്ന് പറയുന്നത്. ഇവിടെയും അത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ വസ്തുക്കളുടെയും യഥാർത്ഥ ഭാവം എന്ന് പറയുന്നത് ആത്മാവാണ്. താദൃശസ്തന്നഭോരൂപാസ്തേന വിശ്വമതോ നഭഃ, താദൃശാസ്തന്നഭോരൂപാഃ തേന വിശ്വമതോ നഭഃ. എല്ലാം ചിദാകാശമാണ്. ചിദാകാശത്തിന് രൂപമില്ല. സാധാരണ ആകാശത്തിന് തന്നെ രൂപമില്ല.
അതിനേക്കാളും സൂക്ഷ്മമായിരിക്കുന്ന ചിദാകാശം അല്ലെങ്കിൽ ചിദംബരം, അതിന് എങ്ങനെയാണ് രൂപമുണ്ടാവുക? അത് അത്യന്തം സൂക്ഷ്മമാണ്. എന്നാൽ അതാണ് അന്തിമമായ സത്യവും. അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം കേവലം ആകാശമയമാണ്, ചിന്മയമാണ്. അതുകൊണ്ട് പ്രപഞ്ചം എന്ന കട്ടിപിടിച്ച ഒന്ന് ഇവിടെ ഇല്ലേയില്ല. സങ്കല്പമാണ് പ്രപഞ്ചത്തിന് ദാർഢ്യം നൽകുന്നത്. ഖരപദാർത്ഥങ്ങൾ, കട്ടിയുള്ള വസ്തുക്കൾ, ഇതൊക്കെ എന്നൊക്കെ നമുക്ക് അറിയിച്ചു തരുന്നത് നമ്മുടെ ഉള്ളിലുള്ള മനസ്സാണ്. ഖരം, ദ്രാവകം, വാതകം, ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന് ആരാ പറയുന്നത്? ആരാ നമുക്ക് അനുഭവപ്പെടുത്തി തരുന്നത്? നമ്മുടെ മനസ്സ്. അത് മനസ്സിൻ്റെ വെറും വിഭ്രമമല്ലാതെ മറ്റൊന്നുമല്ല. യഥാർത്ഥത്തിൽ അരൂപമായ ചിദാകാശം മാത്രമേ ഇവിടെയുള്ളൂ. ആ ചിദാകാശത്തിൽ മനസ്സ് രചിക്കുന്ന സങ്കല്പങ്ങൾ കാരണം ഉണ്ടെന്ന് തോന്നുന്നതാണ് ഈ പ്രപഞ്ചവും പ്രപഞ്ചപദാർത്ഥങ്ങൾ. ഇതിന് വാസ്തവികത കൽപ്പിക്കരുത്. ഇതൊന്നും സത്യമാണെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കരുത്. സ്വപ്നത്തിൽ തന്നെ വിചാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ജാഗ്രതയിൽ വിചാരിക്കാമോ? ഒരിക്കലും പാടില്ല. സർവേഷാം പദാർത്ഥാനാം സംവിദാകാശയേവ പരമാർത്ഥ സ്വഭാവ. സകല വസ്തുക്കളുടെയും യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് ബോധം എന്നുള്ള അവസ്ഥയാണ്. എല്ലാം ബ്രഹ്മമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. അതോ ഹേതോർ വിശ്വം തേന സദ്ഭാവേനൈവ നഭഃ ന ശൂന്യഭാവേന ഇത്യർത്ഥഃ. ആകാശം പോലെ രൂപമില്ലാത്തത് എന്ന് പറഞ്ഞാൽ ശൂന്യമാണ് എന്ന് വിചാരിക്കരുത്. സൂക്ഷ്മത കാരണമായിട്ടാണ് ബോധത്തെ ആകാശത്തോട് ഉപമിക്കുന്നത്. വാസ്തവത്തിൽ അത് സത്യവസ്തുവാണ്, ഉണ്മ സ്വരൂപമായിട്ടുള്ളതാണ് ഈ ചിത്ത്. അതുകൊണ്ട് വിശ്വം ആകാശം പോലെ ശൂന്യമാണ് അല്ലെങ്കിൽ സൂക്ഷ്മമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് അങ്ങനെയൊന്നും ഇല്ല എന്നല്ല. ബോധമായിട്ട് പ്രപഞ്ചവും പ്രപഞ്ച വസ്തുക്കളും ഉണ്ട്. ബോധത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പ്രപഞ്ചത്തിന് അസ്തിത്വം തന്നെ ഇല്ല. സ്വർണമായിട്ട് മാലയും വളയും ഉണ്ട്. സ്വർണം എന്ന അധിഷ്ഠാനത്തെ മാറ്റി നിർത്തിയാൽ മാലയുമില്ല, വളയുമില്ല. കാരണം സ്വർണത്തിലെ നാമരൂപങ്ങളാണ് മാലയും വളയും മോതിരവും എല്ലാം. നാമരൂപങ്ങൾക്ക് സത്യത്വം കൽപ്പിക്കരുത്. സത്യമെന്ന് പറയുന്നത് നാമരൂപരഹിതമായ ബ്രഹ്മം മാത്രമാണ്. അതിലെ വെറും മായാപ്രകടനമാണ് ഈ നാമരൂപങ്ങൾ. സ്വഭാവസ്യ പരാവൃത്തിർമനാഗേവാശുതസ്യ സാ സ്വഭാവാദവിഭിന്നൈവ സേദം ജഗതിതി സ്ഥിതാ. സ്വഭാവസ്യ പരാവൃത്തി മനാഗേവാശു തസ്യ സാ. ബ്രഹ്മമാണ് പ്രപഞ്ച പദാർത്ഥങ്ങളുടെ സാരം എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങളിൽ കഴമ്പായിട്ടുള്ളത് ബ്രഹ്മമാണ്. പ്രപഞ്ചമായി കാണപ്പെടുക എന്ന് പറയുന്നത് ബോധത്തിലെ അനാദിയായ ഒരു മായാ പ്രകടനമാണ്. ബോധത്തിൻ്റെ ഒരു സ്വഭാവമാണ് പ്രപഞ്ചമായി കാണപ്പെടുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ബ്രഹ്മത്തിൻ്റെ ശക്തിയാണ് മായ എന്ന് പറയുന്നത്. ഈ കളി അനാദികാലമായി ആരംഭിച്ചതാണ്. ഇത് എത്ര കാലം തുടരും എന്ന് ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല. ഇത് വാസ്തവമാണ് എന്ന് ഒരിക്കലും കരുതരുത്. ഒരു വസ്തുവും അതിൻ്റെ സ്വഭാവവും വേറെ വേറെയല്ല. വസ്തുവിനെ വസ്തുവാക്കി നിലനിർത്തുന്നത് അതിൻ്റെ സ്വഭാവമാണ്. ബ്രഹ്മം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? എന്തുകൊണ്ടാണ് മഹർഷീശ്വരന്മാർ ബ്രഹ്മത്തിന് ബ്രഹ്മം എന്ന പേര് നൽകിയത്? ബ്രഹ്മതി ബ്രഹ്മയതി ഇതി ബ്രഹ്മ. ബ്രഹ്മം എന്ന പേര് നൽകാൻ വ്യക്തമായ കാരണങ്ങളുണ്ട്. എന്താണ് ആ കാരണങ്ങൾ? സ്വയം പെരുകുന്നു, മറ്റുള്ളവയെ പെരുകാൻ അനുവദിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ സത്യത്തിന് ബ്രഹ്മം എന്നു പേർ. പ്രപഞ്ചമായി പെരുകി കാണപ്പെടുന്ന വസ്തു എന്നാണ് ബ്രഹ്മ ശബ്ദത്തിൻ്റെ അർത്ഥം. പ്രപഞ്ചമായി എന്നും പെരുകി കാണപ്പെടുന്ന വസ്തു, പ്രപഞ്ചമായി
തന്നെ പ്രകടമാക്കാത്ത ഒരു കാലവും ഇല്ല. എന്നും ഈ ആത്മാവ് പ്രപഞ്ചമായി മാത്രമേ തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ളൂ. അത് ബ്രഹ്മത്തിൻ്റെ സ്വഭാവമാണ്. വസ്തുവിനെ വസ്തുവാക്കി നിർത്തുന്നത് അതിൻ്റെ സ്വഭാവമാണ്. മുളകിന് എരിവ് സ്വഭാവമാണ്, പഞ്ചസാരയ്ക്ക് മാധുര്യം സ്വഭാവമാണ്, പുളിക്ക് പുളിരസം സ്വഭാവമാണ്. പുളിയുടെ പുളിരസം മാറിയാൽ അതിനെ പുളി എന്ന് ആര് പറയും? പുളിപ്പുള്ളത് കൊണ്ടല്ലേ അതിന് പുളി എന്ന് പേര് വന്നത് അല്ലേ? അപ്പോൾ ഒരു വസ്തുവും വസ്തുവിൻ്റെ സ്വഭാവവും ഒരിക്കലും വേർപിരിക്കാൻ സാധ്യമല്ല. വാസ്തവത്തിൽ വസ്തുവിനെ വസ്തുവാക്കി നിലനിർത്തുന്നത് അതിൻ്റെ സ്വഭാവമാണ്. പഞ്ചസാരയുടെ മാധുര്യം നഷ്ടപ്പെട്ടാൽ അത് പഞ്ചസാരയല്ല. പാലിൻ്റെ ദ്രവത്വം, മാധുര്യം, വെളുപ്പ്, ഈ 3 ഗുണങ്ങളും പാലിൽ നിന്ന് എടുത്തു മാറ്റിയാൽ പാലല്ല, പച്ചവെള്ളമാകും. നിറമോ മണമോ ഗുണമോ ഇല്ലാത്തത് ഈ പച്ചവെള്ളത്തിനാണ്. അല്ല, പാലായിരിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് പച്ചവെള്ളമാണ്. പാല് കുറച്ചേ കാണത്തുള്ളൂ, ബാക്കിയെല്ലാം പച്ചവെള്ളമാണ്. എന്നാലും ഒരു വെളുപ്പ് നിറം ഉണ്ടല്ലോ അതിന്. അപ്പോൾ ഓരോ വസ്തുവിൻ്റെയും സ്വഭാവമാണ് ആ വസ്തുവിനെ മറ്റുള്ള വസ്തുക്കളിൽ നിന്ന് തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നത്. അതുപോലെ ബ്രഹ്മം എന്നും പ്രപഞ്ചമായി കാണപ്പെടുന്നത് കൊണ്ടാണ് അതിന് ബ്രഹ്മം എന്ന പേര് തന്നെ ലഭിച്ചത്. ഇപ്പം അതിൻ്റെ സ്വഭാവത്തെ അത് ഉപേക്ഷിക്കുമെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? ഒരു വസ്തുവും അതിൻ്റെ സ്വഭാവത്തെ ഉപേക്ഷിക്കുകയില്ല. സ്വഭാവത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വസ്തു ഇല്ലാതാവുക എന്നാണ് അർത്ഥം. ഞാൻ എൻ്റെ ഇപ്പോഴുള്ള സ്വഭാവത്തെ പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ രമേശ് എന്നുള്ള വ്യക്തിയല്ല, ആ വ്യക്തിത്വത്തെ നഷ്ടപ്പെടുത്തി ഞാൻ പുതിയ ഒരു വ്യക്തിയാവുന്നു എന്നാണ് അർത്ഥം. ഞാനല്ലാതാവും. ഞാനായിരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ ഞാനാക്കി നിലനിർത്തുന്നത് എൻ്റെ ചില പ്രത്യേക സ്വഭാവവിശേഷങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കഥ. ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തി വിഭിന്നനായിരിക്കാൻ കാരണം അയാളുടെ ശാരീരിക ഘടന അതുണ്ട്. അതുപോലെ അയാളുടെ സംസാരം, അയാളുടെ പ്രവൃത്തികൾ, ഇതെല്ലാം അയാളുടെ വ്യക്തിത്വത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഇതുപോലെ ബ്രഹ്മത്തിൻ്റെ ഒരു ശക്തിവിശേഷമാണ് പ്രപഞ്ചമായി കാണപ്പെടുക എന്നുള്ളത്. ആ ശക്തിയെയാണ് മായ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബ്രഹ്മം ശൂന്യമായ ഒന്നല്ല, അത് എന്നും തന്നെ പ്രപഞ്ചമായി പ്രകടമാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രപഞ്ചത്തെ എല്ലാം തുടച്ചു നീക്കിയിട്ട്, അതായത് ഈ പ്രപഞ്ചമൊക്കെ പ്രളയത്തിൽ ലയിച്ചു ചേർന്നതിന് ശേഷം ഞാൻ ആത്മാവിനെ സാക്ഷാത്കരിക്കാം എന്നൊന്നും വിചാരിക്കണ്ട. ഇത് ഉള്ളപ്പോൾ തന്നെ ബുദ്ധി ഉപയോഗിച്ച് വിവേചനം ചെയ്ത് ഇത് മായയാണ്, ഇങ്ങനെ ഒന്നില്ല, വാസ്തവത്തിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന അറിവ് നേടുകയാണ് മനുഷ്യർ ചെയ്യേണ്ടത്. നാമരൂപങ്ങളൊക്കെ തുടച്ചു നീക്കിയത് കൊണ്ട് ആത്മജ്ഞാനം കിട്ടില്ല. അതേതുപോലെയെന്നോ ഉറക്കത്തിൽ എല്ലാ നാമരൂപങ്ങളും നമ്മുടെ പരിശ്രമം ഇല്ലാതെ തന്നെ ലയിച്ചു പോകുന്നു. ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന ഏതെങ്കിലും വ്യക്തി ജ്ഞാനിയായി വരുന്നുണ്ടോ? ഇല്ലല്ലോ. നാമരൂപങ്ങളെ ലയിപ്പിക്കുകയല്ല വേണ്ടത്, നാമരൂപങ്ങളുടെ അധിഷ്ഠാനത്തെ കണ്ടെത്തുകയാണ് വേണ്ടത്. അധിഷ്ഠാനത്തിൽ ശ്രദ്ധ പതിഞ്ഞാൽ നാമരൂപങ്ങൾ അപ്രസക്തങ്ങളായിത്തീരും. അതവിടെ ഇരുന്നോട്ടെ. സൂര്യനും ചന്ദ്രനും മരവും വെള്ളവും നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളും അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. അതൊന്നും അല്ലല്ലോ നമ്മുടെ പ്രശ്നം. ഈ ഇല്ലാത്ത നാമരൂപങ്ങളെ സത്യം എന്ന് കരുതുന്നു. അവിടെയാണ് നമുക്ക് പിഴവ് പറ്റുന്നത്. ആ തെറ്റിദ്ധാരണയെ നീക്കൂ. ബ്രഹ്മമാണ് നാമരൂപങ്ങളായി പ്രകടമാകുന്നത് എന്ന പരമാർത്ഥത്തെ നമ്മുടെ ബുദ്ധി അല്പാൽപമായി അംഗീകരിക്കട്ടെ. നാമരൂപങ്ങൾ ഒരു പ്രശ്നമല്ലാതായിത്തീരും. പ്രശ്നം മുഴുവൻ നമ്മുടെ മനസ്സ് രചിക്കുന്നതാണ്. തെറ്റിദ്ധാരണയാണ് പ്രശ്നങ്ങളുടെ മൂലകാരണം. അതുകൊണ്ട് തെറ്റിദ്ധാരണയെ നീക്കുക.
അതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. തസ്യ ചിദാകാശസ്യ സ്വഭാവാത് അവിഭിന്നൈവ യാ വിവർത്തഭാവേന സ്വഭാവസ്യ പരാവൃത്തിഃ സൈവേദം ജഗതിരി ആപാദദർശിനാം സ്ഥിത. ചിദാകാശത്തിൻ്റെ സ്വഭാവമാണ് നാമരൂപങ്ങളായി കാണപ്പെടുക എന്നുള്ളത്. അങ്ങനെ നാമരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോഴും ആ നാമരൂപങ്ങൾ ഒരിക്കലും അധിഷ്ഠാന സത്തയിൽ നിന്ന് വേർപെടുന്നില്ല. ബ്രഹ്മമായി ഇരിക്കവേ ബ്രഹ്മത്തിൽ നാമരൂപങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു ദോഷവുമില്ല. സ്വർണം മാലയോ വളയോ ആയി മാറിയത് കൊണ്ട് സ്വർണം അല്ലാതാകുന്നുണ്ടോ? ഇല്ലല്ലോ. സ്വർണം തന്നെയാണ് മാലയും വളയുമായി മാറിയിരിക്കുന്നത്. അതുപോലെ ബ്രഹ്മം തന്നെയാണ് തൻ്റെ മായാശക്തിയിലൂടെ സൂര്യനും ചന്ദ്രനും പക്ഷി മൃഗാദികളും മനുഷ്യരും ഒക്കെ ആയി തീർന്നിരിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കൂ, ചിന്തിച്ചറിയൂ. ആ അറിവാണ് നമുക്ക് സ്വസ്ഥതയും ശാന്തിയും പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ചിദാകാശത്തിൻ്റെ സ്വഭാവമാണ് പ്രപഞ്ചമായി കാണപ്പെടുക എന്നുള്ളത്. അങ്ങനെ നാമരൂപങ്ങളായി ബ്രഹ്മം മാറുന്നു എന്ന് പറയുമ്പോൾ സ്വർണത്തിന് മാറ്റം സംഭവിച്ചാണ് മാലയും വളയുമൊക്കെ ആയി മാറുന്നത്. അതായത് സ്വർണത്തെ കഷ്ണം കഷ്ണമായി മുറിച്ച് എന്നിട്ടാണ് ഓരോ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ എങ്ങും വ്യാപിച്ചു നിൽക്കുന്ന അഖണ്ഡമായ സത്തയെ തുണ്ട് തുണ്ടായി മുറിച്ചിട്ടാണോ ഈ സൂര്യനെയും ചന്ദ്രനെയും മനുഷ്യരെയും ഒക്കെ സർവേശ്വരൻ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അതിനെ തുണ്ടാക്കാൻ പറ്റില്ല. ആകാശത്തെ കഷ്ണങ്ങളാക്കാൻ പറ്റുമോ? കറിക്കരിയുന്നത് പോലെ ആകാശത്തെ അരിയാൻ പറ്റില്ല. കാരണം അത് അതിസൂക്ഷ്മമാണ്. അതിസൂക്ഷ്മമായത് എങ്ങനെ സ്ഥൂല പദാർത്ഥങ്ങളായി മാറുന്നു എന്ന് ചോദിച്ചാൽ മായയിലൂടെ മാറുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മാറിയിട്ടില്ല. മാറിയതുപോലെ നിങ്ങൾക്ക് തോന്നുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം.